തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ കെ മുരളീധരന് വേണ്ടി ഫ്ലെക്സ് ബോർഡ് ഉയർന്നിട്ടുണ്ട്. കോൺഗ്രസ് അമ്പലമുക്ക് വാർഡിന്റെ പേരിലാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെടുന്നത്. ഹാൻസ് വിവരങ്ങളുമായി ചേർന്നു. ഹാൻസെ, മറ്റ് രണ്ട് മുന്നണികളിലെയും തീരുമാനം ഏറെക്കുറെ ഒരിടത്ത് പൂർണ്ണമായിട്ടും ചിത്രം തെളിഞ്ഞു, മറ്റൊരിടത്ത് ഏറെക്കുറെ ധാരണയൊക്കെ ഉണ്ട്. കോൺഗ്രസിൽ വട്ടിയൂർക്കാവിൽ കരുത്തൻ ആര് വരും എന്ന ചർച്ചകൾ തുടങ്ങുമ്പോൾ തന്നെ വന്ന പേരായിരുന്നു കെ മുരളീധരൻ്റെ. കേൾക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ അന്തരീക്ഷത്തിലുള്ള വാർത്തകളെ സ്ഥിരീകരിക്കുന്ന രീതിയിൽ ഒരു ഫ്ലെക്സ് ബോർഡ് കൂടി ഉയർന്നിരിക്കുന്നു എന്ന് കേൾക്കുന്നു. എങ്ങനെയാണ് വിവരങ്ങൾ? ആരാണ് ഉയർത്തിയത്? എന്തെങ്കിലും പേര് വിവരങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? സേതു, ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് അമ്പലമുക്ക് ജംഗ്ഷനിൽ ഇത്തരമൊരു ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. ഈ ഫ്ലെക്സിൽ എഴുതിയിരിക്കുന്നത് കോൺഗ്രസ് അമ്പലമുക്ക് വാർഡാണ് ഈ ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് വട്ടിയൂർക്കാവിൽ കെ മുരളീധരനെ വിജയിപ്പിക്കുക എന്നാണ്. നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സേതു പറഞ്ഞതുപോലെ തന്നെ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ ഏതൊക്കെ മുന്നണികളിൽ മത്സരിക്കും എന്നുള്ള ഏകദേശ ചിത്രമായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇതുവരെയും തിരുവനന്തപുരം ജില്ലയിൽ മുരളീധരനെ അനുകൂലിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലെക്സ് ഇതുവരെയും ഉയർന്നിട്ടില്ല. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മുരളീധരൻ മത്സരിക്കുമെന്നോ അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ വിജയിപ്പിക്കണമെന്നോ ആവശ്യപ്പെട്ടുകൊണ്ട് ഇതുവരെയും തിരുവനന്തപുരം ജില്ലയിൽ ഒരു ഫ്ലെക്സ് സ്ഥാപിച്ചിട്ടില്ല. അതിനിടയിലാണ് ഇപ്പോൾ വട്ടിയൂർക്കാവിൽ തന്നെ, അല്ലെങ്കിൽ ഏറ്റവും അധികം കെ മുരളീധരൻ മത്സരിക്കും എന്ന് പറയുന്ന ഒരു നിയമസഭാ മണ്ഡലത്തിൽ തന്നെ ഇത്തരമൊരു ഫ്ലെക്സ് വന്നിരിക്കുന്നത്. എന്തായാലും ഇതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് വട്ടിയൂർക്കാവിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യതയുള്ള ആർ ശ്രീലേഖ പ്രചരണത്തിന്റെ ഭാഗമായിട്ടുള്ള ചുവരെഴുത്ത് ആരംഭിച്ചത്. താൻ സ്ഥാനാർത്ഥിയായി പാർട്ടി തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പോലും പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും എന്നുള്ള ഒരു മറുപടിയാണ് ആർ ശ്രീലേഖയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഏകദേശം ശ്രീലേഖ തന്നെ മത്സരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ NDA പ്രചരണം ആരംഭിച്ച പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പിന്നോട്ട് പോയിട്ടില്ല എന്ന് കാണിക്കുന്നത് കൂടിയാണ് ഈ ഫ്ലെക്സ് ബോർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.